തിരുവാതിര വ്രതം ആരംഭിക്കുന്നത് തുടിച്ചുകുളിയോടുകൂടിയാണ്. തുടിച്ചുകുളി പണ്ട് കാലത്ത് 28 ദിവസം പതിവുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത് ചുരുങ്ങി മകയിരം തിരുവാതിര നാൾ മാത്രമായിരിക്കുന്നു. പണ്ട് കാലത്ത് മധ്യകാലത്തിൽ 7 ദിവസത്തെ തുടിച്ചുകുളിയും പതിവുണ്ടായിരുന്നു. തുടിച്ചുകുളിയുടെ ഏറ്റവും വലിയ പ്രാധാന്യത്തെക്കുറിച്ച് പറയുമ്പോൾ തിരുവാതിരയുടെ ഐതിഹ്യം, തിരുവാതിര എന്ന ഒരു സങ്കല്പത്തിന് പിന്നിലെ വിശ്വാസങ്ങൾ അത് മനസ്സിലാക്കേണ്ടതുണ്ട്. പരമശിവന്റെ തിരുനാളായതുകൊണ്ടാണ് തിരുവാതിര ആഘോഷിക്കുന്നത് എന്ന് പരക്കെയൊരു വിശ്വാസമുണ്ട്. എന്നാൽ ഈ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതല്ലാത്തൊരു വിശ്വാസം പറയുന്നത് ദക്ഷന്റെ യാഗം മുടക്കുവാനായി ചെന്ന വീരഭദ്രൻ യജ്ഞപുരുഷന്റെ ശിരസറുത്തു എന്നും ആ പാപകർമ്മത്തിന് അറുതി വരുത്തുവാൻ വേണ്ടി ശിവനും പാർവതിയും ചേർന്ന് വ്രതമനുഷ്ഠിച്ചു, അതാണ് തിരുവാതിര എന്നുമാണ്. പക്ഷേ ഈ സങ്കല്പവുമായി ചേർന്ന് നിൽക്കുന്ന ഒരാചാരവും തിരുവാതിരയിൽ കാണുന്നില്ല എന്നതുകൊണ്ട് തന്നെ മറ്റു 4 സങ്കല്പങ്ങൾ, സന്തോഷവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റു 4 സങ്കല്പങ്ങളിൽ ഏതോ ഒന്ന് തന്നെയാണ് തിരുവാതിരയുടെ ആധികാരികമായ വിശ്വാസം നമുക്ക് കരുതാം. പക്ഷേ ഇവിടെ തുടിച്ചുകുളി കാണുമ്പോൾ അത് പാർവതീ ദേവിയുടെ സന്തോഷവുമായി ചേർത്ത് ശിവപാർവതി സ്തുതികളുമായി ചേർന്ന് നിൽക്കുന്നു. അത് മാത്രമല്ല, തുടിച്ചുകുളി ആരംഭിക്കുന്നത് ഗംഗയെ ഉണർത്തിക്കൊണ്ടാണ്. ലോകാനാം തവ ഹി ചരണാവേവ നിപുണം